രാജോട് കിടില അഭിനയം, ഒരു കുഴപ്പമില്ല. എടുത്തു പറയാൻ കുറച്ച് സസ്പെൻസ് ആണ്. പൃഥ്വിരാജും പാർവതിയും എല്ലാം നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല സ്റ്റോറിയാണ്. പിന്നെ എങ്ങനെ ഈ നെഗറ്റീവ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. അതെനിക്ക് ഒരു നെഗറ്റീവ് പറയാനും ഇല്ല. സത്യത്തിൽ അടിപൊളിയാണ്. പിന്നെ ആരോ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും സിനിമ നേരിട്ട് കണ്ടിട്ട് മാത്രമേ അത് നമ്മൾ വിലയിരുത്താവൂ. അല്ല മറ്റൊരാൾ പറയുന്ന കേട്ട് നമ്മൾ ഒരിക്കലും ഒരു ഫിലിമിനെയും വിലയിരുത്തുക. കാരണം ഒത്തിരി പേരുടെ ശ്രമഫലമാണല്ലോ ഒരു ഫിലിം എന്ന് പറയുന്നത്. ഒത്തിരി പേരുടെ ശ്രമഫലമാണല്ലോ ഒരു ഫിലിം എന്ന് പറയുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ ഒരു ഇത് ഫിലിം ഇറക്കുന്നത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാഗ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പെർഫോമൻസ് ലെവൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സ്റ്റോറി വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. രാജേട്ടൻ്റെ നല്ല അഭിനയമാണ്, പാർവതിയുടെ നല്ല അഭിനയമാണ്. എടുത്തു പറയാൻ പൃഥ്വിരാജിനെ കണ്ടതിലും വ്യത്യസ്തമായ ഒരു റോളായിരുന്നു അത്. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് അറിയില്ല, അടിപൊളി. നല്ല സിനിമ, ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജിൻ്റെ നല്ലൊരു അഭിനയമായിരുന്നു. എടുത്തു പറയാൻ തോന്നി എല്ലാവരും പറയുമ്പോൾ നെഗറ്റീവായിട്ട് എനിക്ക് നല്ലൊരു സിനിമ അത്രേ പറയാനുള്ളൂ. നെഗറ്റീവായിട്ട് അങ്ങനെ തോന്നില്ല. നെഗറ്റീവായിട്ടാണ് വന്നത്, പക്ഷേ നല്ലൊരു സിനിമ, ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, കൊള്ളാം. പൃഥ്വിരാജിൻ്റെ അഭിനയം സൂപ്പറായിരുന്നു. പൃഥ്വിരാജ് അഭിനയമൊക്കെ നന്നായി. പക്ഷേ അവസാനമുള്ള കഥയായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്നുള്ളത് ഫാമിലീൻ്റെ പ്രശ്നം മാത്രമാണെന്നുള്ളത്. ഒന്നിച്ചു പോകുക എന്നുള്ള കാണിച്ചതൊക്കെ അവസാനം നല്ല സിനിമ, നല്ല മൂവിയാണ്. എടുത്തു പറയത്തക്ക രീതിയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കാലഘട്ടത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ അതിലെന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ചില പോലീസിൻ്റെ ചില ഇതൊക്കെ ഉണ്ടല്ലോ, അഭിനയം സൂപ്പർ. അത് തന്നെ സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ പാർവതീൻ്റെ അഭിനയമാണ് നന്നായി തോന്നിയത്. രണ്ട് കുട്ടികൾ സൂപ്പർ അഭിനയം, രണ്ടാളും നന്നായി. ഓക്കെ, കാലിക്കറ്റിൽ നിന്ന് വരുന്നതാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട ഈ ഒരു സമയം, ആ കമൻറ്റിൻ്റെ സമയം സിനിമ കാണാം. പക്ഷേ ഈ 2.5 മണിക്കൂറും നല്ല സൂപ്പറായി. ഓക്കെ, നന്നായി. പടത്തിൽ എടുത്തു പറയാൻ തോന്നി. നല്ല അഭിനയമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലഘട്ടത്തിൻ്റെ കുറേ സംഭവത്തിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കഥേൻ്റെ ലാസ്റ്റിൽ കൊടുക്കുന്ന മെസ്സേജ് പല രീതിയിൽ തോന്നാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല പടമാണ്. പൃഥ്വിരാജ് നല്ല മേക്കിങ്ങോ, സൂപ്പർ. എങ്ങനെയുണ്ട് രാജുവേട്ടനൊക്കെ? രാജുവേട്ടൻ അടിപൊളി. പൃഥ്വിരാജിന്റെ പടം അടിപൊളി. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പൃഥ്വിരാജ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ തീം നന്നായിട്ട്. ഇല്ല, ഒരു നിരപരാധിയായ ഒരാള് ഒരു ഇങ്ങനെ ഒരു ഇതിൽ വന്നിട്ട് അവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങള് അത് ഒരു എങ്ങനെയുണ്ട് അഭിനയമൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പൃഥ്വിരാജിന്റെ ഒരു വെറൈറ്റി ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പൃഥ്വിരാജിന്റെ നന്നായിട്ട്. ഏകദേശം 3/4 നല്ല രസമുണ്ട്. നല്ല എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ രീതിയിൽ തന്നെയാണ്. അവസാനം ഒരു ഫാമിലി പോലെ കൊണ്ടുവന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ലതാണ്. പൃഥ്വിരാജിന്റെ അഭിനയം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. എങ്ങനെയുണ്ട് പെർഫോമൻസ്? എല്ലാവരും അഭിനയം പൃഥ്വിരാജൊക്കെ എങ്ങനെയുണ്ട്? പൃഥ്വിരാജൊക്കെ നല്ല രീതിയിൽ കണ്ടിരിക്കാം. എങ്ങനെയുണ്ട് പെർഫോമൻസ് എല്ലാം? കുഴപ്പമില്ലെന്ന് പറയാം, കണ്ടിരിക്കാം. പറയാ മോശമില്ലാത്ത സിനിമയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം, കൊള്ളാം, കൊള്ളാം. അല്ല, പൃഥ്വിരാജൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടിരിക്കുന്ന, കൊള്ളാം, അടിപൊളിയായിരിക്കും. എങ്ങനെയായിരുന്നു പടം? രാജുവേട്ടൻ സൂപ്പർ. ചേട്ടാ എങ്ങനെയുണ്ട് പടം? കൊള്ളാം, സമയം പോവും. എങ്ങനെ പൃഥ്വിരാജൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻ, നല്ല ആക്ഷൻ, സൂപ്പർ, അടിപൊളി. മറ്റേ നിസാം ബഷീറിന്റെ മുമ്പിറങ്ങിയ റോഷാക്ക് സിനിമയൊന്നും പ്രതീക്ഷ ഒരുത്തിന് വരില്ലേ, അതിന്റെ 7 അയലത്തോലും വരില്ല. ഇത് ഒരുമാതിരി സസ്പെൻസ് ത്രില്ലറും ആയില്ല, ഫീൽ ഗുഡും ആയില്ല. രണ്ടും മിക്സ് ആണ്. മിക്സ് ഫീൽ ഗുഡിന്റെ ഒരു 10%, പക്ഷെ സസ്പെൻസ് ത്രില്ലറാണ് പ്രതീക്ഷ. സസ്പെൻസ് ത്രില്ലറും ആയില്ല, അത് ഫീൽ ഗുഡും ആയില്ല. മനസ്സിലായോ? ഏതാ അവിടെ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു, പക്ഷെ അവിടെ നിന്ന് എത്തുകയും ചെയ്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായി. വളരെ വളരെ മോശമല്ല. ഇത് തിയേറ്ററിൽ ചെന്ന് കാണാൻ മാത്രം ഒന്നുമില്ല, ഒരു വട്ടം മാത്രം ഓടിയിട്ട് ഇന്ന് കാണാം. അത്രയ്ക്കും മോശമാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം മോശമാണ്. വലിയ സംഭവമല്ല ഈ സിനിമ.
എന്തായാലും പാടാൻ പറ്റിയ പൃഥ്വിരാജിന്റെ വിജയത്ത് ബുദ്ധിയെ പോലത്തെ ഒരു അവസ്ഥ ആവാനാണ് ചാൻസ്. വലിയ രീതിയിൽ ഒരു ഓളം ഉണ്ടാവില്ല. ഇനി പൃഥ്വിരാജിന് ഓളം ഉണ്ടാകണമെങ്കിൽ ആ ഖലീഫ തന്നെ ഇറങ്ങി വരണം. പോവാനാണ് ചാൻസ്. വലിയ ഓളം ഉണ്ടാവൂല സിനിമ.